നമ്മളിപ്പോ ജുഹു ബീച്ചിലാണ്. എങ്ങനെയുണ്ട് ബീച്ച്? കൊള്ളാം. അപ്പൊ ബീച്ച് ഇഷ്ടപ്പെട്ട? പിന്നെ ഞാൻ നേരത്തെ വന്നിട്ടില്ല. പറയുന്നത് കേൾക്കുമെന്ന് അറിഞ്ഞൂടാ, ബട്ട് ബീച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല ക്രൗഡാ. അച്ചുകൊണ്ട് ബീച്ചിൽ ഇറങ്ങണ്ടേ? വേണ്ട. ബോംബെയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും കാണേണ്ട ഒരു സ്ഥലമാണ് ജുഹു ബീച്ച്. നമ്മളിപ്പോൾ ജുഹു ബീച്ചിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടുള്ള പാവ് ഭാജി, മിസൽ പാവ്, വടാപാവ്, ഇങ്ങനെയുള്ള പ്രശസ്തമായിട്ടുള്ള ബോംബെ ഫുഡ്സ് കിട്ടുന്ന സ്ഥലമാണ്. വെല്ലം പറയാനുണ്ടോ? വെല്ലം പറഞ്ഞോ? എനിക്കൊന്നും പറയാനില്ലടാ. അതെന്തുവാ മലയാളം അറിഞ്ഞൂടെ? ഗൈസ്, ഇത് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡാണ്. സ്ട്രീറ്റ് ഫുഡല്ലേ, ഇവിടുത്തെ ഒരു സെല്ലർ ഉണ്ടെന്ന് തന്നെ, പക്ഷെ ട്രൈ ചെയ്ത് നോക്കാം. ലേസ് മസാല ഫ്ലേവർ, ബട്ട് ഉണങ്ങിപ്പോയി, തണുത്തുപോയി. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടോ? ലേസ് മസാലേൻ്റെ ഒരു ഇത്തിരി കുത്ത്. ഉറപ്പാ? പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയ. എന്താ തോന്നിയത്? മസാല, മാജിക് മസാല. കഴിക്കേണ്ട ഒരു രീതി ഉണ്ട്. ഇത് എങ്ങനെയാണ്? സവാള എടുത്ത് ആദ്യം കറിയിലിടണം, പിന്നെ നാരങ്ങ പിടി. നാരങ്ങ പിടി നാരങ്ങിലെ കയ്യിലുണ്ട് കേട്ടോ. അതിൻ്റെ നാരങ്ങിനത്തോട്ട് പിരിഞ്ഞു വയ്ക്കണം, എന്നിട്ട് ഇങ്ങനെ കഴിക്കണം. ഫുഡ് അടിപൊളിയായിരുന്നു, പക്ഷേ നമ്മൾ അവസാനമൊക്കെ എത്തുമ്പോൾ നമുക്കൊരു പുളി ഫീലിംഗ് ഇല്ലേ? പുളി ഫീലിംഗ്. അതെ ഗൈസ്, നല്ലതാ, ട്രൈ ചെയ്തു. ഗൈസ്, നമ്മളിപ്പോൾ ചരിത്ര പ്രസിദ്ധമായ താജ് ഹോട്ടലിന് മുന്നിൽ.